അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ വചനത്തിൽ വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ എന്നാണ് അവസാനം പറയുന്നത്. എന്താണ് പറഞ്ഞതിൻ്റെ പൊരുളും അർത്ഥവും? വഷ്കുറൂ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ. പണ്ഡിതന്മാർ പറഞ്ഞു, ഇൻ കുൻതും തുരീദൂന അൻ തഅബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഫഷ്കുറൂഹു, നിങ്ങൾ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കണം. ഫഇന്ന ശുക്ര റഅ്സുൽ ഇബാദാത്ത്, കാരണം ശുക്ർ ആരാധനകളുടെ തലയാകുന്നു എന്നാണ്. മറ്റു ചില മുഫസ്സിറുകൾ പറഞ്ഞത് ഇൻ സഹാന്നക്കും തഖുസ്സൂനഹു ബിൽ ഇബാദ, ആരാധന കൊണ്ട് നിങ്ങൾ അള്ളാഹുവെ പ്രത്യേകമാക്കുന്നു എന്നത് ശരിയാണ് എങ്കിൽ വതുഖിറൂന അന്നഹു ഹുവ ഇലാഹുക്കും ലാ ഗൈറുഹു, അള്ളാഹു ആകുന്നു നിങ്ങളുടെ ആരാധ്യൻ, അവനല്ലാത്തവരല്ല എന്നത് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ അനുഗ്രഹം നിങ്ങൾക്ക് കനിഞ്ഞ അള്ളാഹുവിന് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുവീൻ എന്നാണ്. വഷ്കുറുല്ലാഹ ഇൻ കുൻതും ആരിഫീന ബില്ലാഹി വനിഅമിഹി, നിങ്ങൾ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തവരാണെങ്കിൽ, ഇവിടെ ഫഅബ്ബറാൻ മഅരിഫത്തില്ലാഹ് ബിഇബാദത്തിഹി, അള്ളാഹുവിനെ അറിയുക എന്നത് അവനുള്ള ഇബാദത്തായി ആഖ്യാനിച്ചത് ഇത്ലാഖല്ലി ഇസ്മിൽ അസരി അലൽ മുഅസ്സർ. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, എന്നാൽ ഇൻ കുൻതും തഖുസ്സൂനഹു ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് നിങ്ങൾ അവനെ പ്രത്യേകമാക്കുന്നുവെങ്കിൽ വതുഅ്മിനൂന ബിൻഫിറാദിഹി ബിസ്സുൽത്തതി വത്തദ്ബീർ, ആധിപത്യം, നിയന്ത്രണം, ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഫഷ്കുറൂ ലഹു ഖൽഖ ഹാദിഹി നിഅം വ ഇബാഹതിഹാ ലക്കും, ഈ അനുഗ്രഹങ്ങൾ പടക്കുകയും അത് നിങ്ങൾക്ക് അനുവദിക്കുകയും ചെയ്തതിൽ നിങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ളവരാകൂ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇൻ കുൻതും തഅബുദൂനഹു എന്ന് പറയാതെ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ, ഇബാദത്ത് കൊണ്ട് അവനെ നിങ്ങൾ ഏകനാക്കുന്നുവെങ്കിൽ എന്നാണ് അർത്ഥം. ഏകനാക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് ജവാബ് പറഞ്ഞില്ല, പറയാതെ തന്നെ അത് നന്നേ വ്യക്തമാണ്. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ എന്നതിന് മുന്നേ വഷ്കുറൂ ലില്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിൽ നിന്ന് അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ആ ആരാധന അനിവാര്യമാക്കുന്നത് അവനോടുള്ള കടപ്പാടും നന്ദിയുമാണ് എന്നതാണത് തേടുന്നത്, അറിയിക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്ന ഇബാദതകും ലില്ലാഹ് തസ്തൽസിമു ശുക്രകും ലഹ്, അള്ളാഹുവിനുള്ള നിങ്ങളുടെ ഇബാദത്ത് അത് അവനോടുള്ള നിങ്ങളുടെ ശുക്രിനെ അനിവാര്യമാക്കുന്നു. ഫൈൻ കുൻതും മുൽതസിമീന ബിഇബാദതിഹി, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിഷ്ഠയുള്ളവരാണ് നിങ്ങളെങ്കിൽ ദാഖിലീന ഫീ ജുംലതിഹ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടവരാണ് എങ്കിൽ ഫകുലു മിർ റിസ്ഖിഹി, അള്ളാഹുവിൻ്റെ റിസ്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വഷ്കുറൂഹു അലാ നിഅമിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ പ്രാമാണികർ പറയുന്ന മറ്റൊരു വിഷയം ഇന്നല്ലാഹ ഖറന ബൈന ശുക്രി ലഹു സുബ്ഹാനഹു വ ബൈന ഇബാദതിഹി വലാസമ ബൈനഹുമ എന്നാണ്. അള്ളാഹുവിനുള്ള ശുക്രും അള്ളാഹുവിനുള്ള ഇബാദത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞു. അതൊന്നൊന്നിനെ അനിവാര്യമാക്കും വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ എന്ന പ്രയോഗത്തിലൂടെ. ഈ ആയത്തിലെ പ്രയോഗങ്ങൾ പലവിധ പൊരുളുകളെയും ആശയങ്ങളെയും വിളിച്ചറിയിക്കുന്നു എന്നതാണ് ഇത്തരം പണ്ഡിത മൊഴികൾ നമ്മോട് പറയുന്നത്. ഇവിടെ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ഉസ്തുംബിത മിൻഹു, ഈ ഒരു അനുബന്ധം പറച്ചിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടു അന്നൽ അക്ല മിനൽ ഹലാലി സബബുൽ ലിഖബൂലിൽ ഇബാദ, ഹലാൽ ഭക്ഷിക്കുക എന്നത് ഇബാദത്ത് കബൂലാക്കുവാനുള്ള കാരണമാകുന്നു. കമാ അന്നഹു സബബുൽ ലിഖബൂലി ദുആ, ദുആ സ്വീകരിക്കുവാനുമുള്ള സബബാകുന്നു ഹലാൽ ഭക്ഷിക്കുക എന്നുള്ളത്. ഫൽ ആയത്തു ഖദ് റത്തബത് അൽ ഇബാദത്തൽ ഹഖ്ഖ അലൽ ഇംതിസാലി ലില്ലാഹ് ബിൽ അക്ലി മിന തയ്യിബാത്ത്, ഈ ആയത്ത് യഥാർത്ഥ ആരാധനയെ തുടർത്തി പറഞ്ഞു. ഏതിനോട്? അലൽ ഇംതിസാൽ ലില്ലാഹി ബിൽ അക്ലി മിന തയ്യിബാത്ത്, തൊയ്യിബാത്ത് ഭക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുന്നതിനോട്. അപ്രകാരം വശുക്രി ലഹു സുബ്ഹാനഹ്,
അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കുന്നതിനോടും. അള്ളാഹു പറഞ്ഞത് കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ എന്നാണ്. വിശിഷ്ടങ്ങൾ ഭക്ഷിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന, അത് പ്രയോഗവൽക്കരിക്കുന്നതിനെ തുടർത്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ആരാധനയെ, യഥാർത്ഥ ആരാധനയെ ഉണർത്തിയത്. അതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന ആശയം എന്താണ്? ആരാധന കബൂലാകാൻ, ദുആ കബൂലാകാൻ വിശിഷ്ടമായത് ഭക്ഷിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ ഈ ആയത്തിൻ്റെ വിഷയത്തിൽ പ്രാമാണികരുടെ നിരീക്ഷണങ്ങളാണ്. ചിലർ പറഞ്ഞു വഷ്കുറൂ ലില്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കണം, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ. ഇത് ആയത്തിൻ്റെ നേരിട്ടുള്ള ആശയമാണ്. അപ്പോൾ ഇതിൻ്റെ മഫ്ഹൂം അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവനെ ആരാധിക്കുന്നവർ ആകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ അവനോട് കടപ്പാടുള്ളവരായിരിക്കണം, ശുക്ർ അർപ്പിക്കുന്നവരായിരിക്കണം എന്ന് ഈ പ്രയോഗം വായിച്ച് ആശയമുണർത്തിയ പണ്ഡിതന്മാരുമുണ്ട്. ഈ വചനം മോദി ചില പണ്ഡിതർ പറഞ്ഞു, തസ്തൗഖിഫുകൽ ആയ അന്നഹ തഅ്മുറുക ബി അൻ തഅകുല വതസ്തംതിഅ ബിത്തയ്യിബാത്ത്. ഈ ആയത്ത് നിന്നോട് നിന്നാലോചിക്കുവാൻ ആവശ്യപ്പെടുന്നു. എന്ത്? ഈ ആയത്ത് നിന്നോട് കൽപ്പിക്കുന്നു വിശിഷ്ടമായത് നീ ഭക്ഷിക്കുവാനും ആസ്വദിക്കുവാനും. വഹദ മാനാഹു, അതിൻ്റെ തേട്ടം അന്നഹു ഹറമ അലൈക അൻ തഅകുലൽ ഖബായിസ്, നജസായതും നികൃഷ്ടമായതും തിന്നുന്നത് നിന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു എന്നാണ്. അപ്രകാരം വഖൗലുഹു മാ റസഖ്നാകും, വിശിഷ്ടമായവയും വിശുദ്ധമായവയും, മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് കനിഞ്ഞത് എന്നാണ്. ഫീഹി ഇംതിനാനും മിനല്ലാഹ് ഹത്താ ലാ യഖൂല അഹദുൻ അന്ന ഹാദാ ഫീഹി തഹ്ഖീറുൻ ലക്. ഇത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. നിന്നോട് എന്തെങ്കിലും ഒരു നിസ്സാരവൽക്കരിക്കൽ ഉണ്ട് എന്ന് ആരും പറയാത്ത വിധമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം കനിഞ്ഞത് എന്ന് പ്രയോഗിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാ റസഖ്നാകും എന്ന് പറയുമ്പോൾ അള്ളാഹു ആകുന്നു നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ അന്നദാതാവ്. അതിനാൽ തന്നെ അവൻ കനിഞ്ഞതെന്ന് പറയുമ്പോൾ അത് നമുക്ക് തശ്രീഫാണ്, നമുക്ക് അഭിമാനമാണ്, നമുക്ക് സ്ഥാനമാനമാണ്. ഒരിക്കലും നമുക്ക് അപമാനമോ കുറച്ചിലോ അല്ല എന്നുള്ളതാണ് ആ പ്രയോഗത്തിൻ്റെ പ്രത്യേകത. വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ എന്ന ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യർബിതുക ഹത്താ ഫീ ഖദായൽ അക്ലി വശുർബ് ബിഇബാദതിഹി വ തൗഹീദിഹി, ഭക്ഷണപാനീയ വിഷയങ്ങളിൽ വരെ അള്ളാഹുവിനെ ഇബാദത്തെടുക്കണം, അള്ളാഹുവിൻ്റെ തൗഹീദ്, ഏകത്വം, അത് മുറുകെ പിടിക്കണം എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുമായി തൗഹീദുമായി നിനക്കുള്ള ബന്ധം വിളക്കുന്നു എന്നുള്ളതാണ്. ഈ വിശുദ്ധ വചനത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പല പാഠങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. ചിലതൊക്കെയാണ് ഇവിടെ ഞാൻ കേൾപ്പിച്ചത്, ഉണർത്തിയത്.